ഇത് ആശുപത്രി കിടക്കേണ്ട ഒരു കാര്യമില്ലല്ലോ, ഒരു കാര്യമില്ലല്ലോ. എന്നിട്ട് വാർത്ത വരുത്തുവാണ് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു. വാർത്ത എന്തിനാ ഓപ്പറേഷൻ? പച്ചക്കള്ളമല്ലേ പറഞ്ഞത് മുഴുവൻ. അല്ല, തെളിവാ? എന്ത് തെളിവാണ്? അല്ലത് അത് എല്ലാവർക്കും അറിയാലോ, മാധ്യമങ്ങൾക്ക് മുഴുവൻ അറിയാം ഇത് തട്ടിപ്പാണെന്ന്. റെയിൽവേക്ക് അറിയാം ഇത് തട്ടിപ്പാണെന്ന്. പൊതുസമൂഹത്തിനും അറിയാം ഇത് തട്ടിപ്പായിരുന്നെന്ന്. അഭിനയം മാത്രമായിരുന്നു, അഭിനയം. അല്ല, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കറുടെ നേതൃത്വത്തിൽ നടന്നു, MLA-മാരുടെ നേതൃത്വത്തിൽ നടന്നു. ഒരു ബുദ്ധിജീവിയായ ഒരു വനിതാ യുവജന നേതാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യം കേട്ട? ഇതാണ് കേരളത്തിലെ SFI-യും DYFI-യും? ഇതാണോ? എന്നിട്ട് ഇവർ സംസ്കാര സമ്പന്നരാണ്, പുരോഗമന ആശയക്കാരാണെന്ന് പറയുന്നു. അവർ വിളിച്ച മുദ്രാവാക്യം കേരളം അത് മറക്കില്ല, കേരളം അത് മറക്കില്ല. ഇവരുടെ യഥാർത്ഥ സംസ്കാരമാണ് പുറത്തു വന്നത്, യഥാർത്ഥ സംസ്കാരം. അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് നേതാക്കന്മാർ ഇറങ്ങിയിട്ട്. അല്ലെ ഞാൻ പറഞ്ഞത്, ME ഗോവിന്ദൻ പറഞ്ഞത് KSUകാർ പോയി മന്ത്രിയുടെ പെടലിയും കയ്യും പിടിച്ച് തിരിച്ചെന്നാണ്. ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തെ പോലെ ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. അദ്ദേഹത്തിനെതിരായിട്ട് കലാപത്തിന് കേസെടുക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. എന്താ കരിങ്കൊടി പ്രകടനം നടത്താൻ പാടില്ലേ? ഒന്നുകൂടി പറഞ്ഞേ. ആണോ? അങ്ങനെയാണ് ചെയ്ത്? അവർ കരിങ്കൊടി പ്രകടനം നടത്തി. അങ്ങനെയാണ് എല്ലാവരും നടത്തുന്നത്. എല്ലാവരും അങ്ങനെയാണ് നടത്തുന്നത്. കരിങ്കൊടി പ്രകടനം, കരിങ്കൊടി പ്രകടനം നടത്തുന്നത് പോലെ നടത്തിയിട്ടുള്ള ഒരു വ്യത്യാസമില്ല. ഒരു കുഴപ്പമില്ല, ആർക്കെതിരെയും പ്രതിഷേധ പ്രകടനം നടത്താം. അല്ല, നിങ്ങളെ ഈ കൈരളിക്കാരുടെ പ്രത്യേക അഡ്വൈസ് വേണ്ട, എങ്ങനെയാണ് സമരം നടത്തേണ്ടതെന്ന്. കരിങ്കൊടി പ്രകടനം എങ്ങനെ നടത്തണമെന്ന് പിള്ളേർക്ക് അറിയാം, അവർ നടത്തും. അല്ല, നിങ്ങളുടെ അഡ്വൈസ് വേണ്ടെന്നേ. നിങ്ങൾ കൈരളിക്കാരുടെ നിർദ്ദേശം വേണ്ട. ഉമ്മൻചാണ്ടിയുടെ നേർക്ക് കല്ലെറിഞ്ഞതാ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ തല പൊട്ടിയതാ. നിങ്ങൾ CPM-കാർ പഠിപ്പിക്കണം ഞങ്ങളെ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന്. ആണോ? മന്ത്രിമാരുടെ മുന്നിലേക്ക്, കാറിൻ്റെ മുമ്പിലേക്ക് ചാടി വീണത് ആരാ? കാറിൻ്റെ മുന്നിലേക്ക് ചാടി വീണ് കരിങ്കൊടി പ്രകടനം നടത്തിയത് P. രാജീവിൻ്റെ ഒരു പഴയ പടം കൊണ്ട് ഞാൻ കാണിച്ചിട്ടെ. P. രാജീവിൻ്റെ പഴയ പടം കൊണ്ട് ഞാൻ കാണിച്ചുതരാം. ഘോര സമര രീതിയല്ല, എന്താ തെറ്റ്? അല്ല, ഉറപ്പായിട്ടും ഈ പുതിയുഗ യാത്രയാണ്, അതിനെയാണ് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത് മുഴുവൻ. അത് തകർക്കാൻ വേണ്ടിയിട്ട് നന്നായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രതിഷേധം കൂടുന്നവരും ആൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 50 ബോർഡും 100 ബോർഡും തകർക്കുമ്പോൾ ആ വാശിയിലാണ് UDF പ്രവർത്തകർ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഇതെല്ലാം തകർത്ത് UDF പ്രവർത്തകരുടെ വാശി കൂട്ടി തന്നതിന് ഞാൻ പ്രത്യേകം നന്ദി പറയാം. അല്ല, ഓപ്പറേഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായില്ല. കാരണം ഈ കത്രികയുടെ പേടിയുള്ളതുകൊണ്ട്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം. ഒന്ന് തെളിയിക്ക്. മെഡിക്കൽ ബുള്ളറ്റിന് പരിക്ക് പറ്റിയെന്ന് എവിടെ മെഡിക്കൽ ബുള്ളറ്റിനുള്ളത്? ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ.
വെറുതെ അബദ്ധം പറയല്ലേ, കൈരളിയാണെന്ന് വിചാരിച്ചിട്ട് അബദ്ധം പറയല്ലേ. മീറ്റിങ്ങിൽ വന്നിട്ട് ഈ പത്രസമ്മേളനത്തിന് വന്നിട്ട് അബദ്ധം പറയല്ലേ. മെഡിക്കൽ ബുള്ളറ്റിന് എവിടെയാണ് അവർക്ക് പരിക്ക് പറ്റിയെന്നുള്ളത്, അല്ല ഈ ആക്രമണത്തിൽ പരിക്ക് പറ്റിയെന്നുള്ളത് മെഡിക്കൽ ബുള്ളറ്റിനിൽ. എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല. അറിഞ്ഞാൽ ഞാൻ പറയാം, മറുപടി പറയാം. അല്ല, അറിഞ്ഞാൽ മറുപടി, എനിക്ക് അറിയാത്ത കാര്യം എങ്ങനെ പറയണം? അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി പറയാം. ഞാൻ മുഖ്യമന്ത്രി പോലെ അല്ലല്ലോ. 50 മിനിറ്റ് സംസാരിച്ച് 4 പേര് 2 ചോദ്യം കൈരളിയും 2 ചോദ്യം ദേശാഭിമാനിയും ചോദിച്ച് 5ാമത്തെ ചോദ്യം നിങ്ങളാരെങ്കിലും ചോദിക്കുമ്പോൾ സമയമായി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ആളല്ലല്ലോ ഞാൻ മാധ്യമപ്രവർത്തകർ കാണണം എന്ന് പറഞ്ഞാൽ അവർ കാണുന്ന ആളാണ്. ഞാൻ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വേണേ കാണാം. അതല്ലേ ഞാൻ പറഞ്ഞു, ഒളിച്ചുകൂടില്ലല്ലോ. തന്തയ്ക്ക് വിളിക്കുന്നത് വൈകാരികമാണ്. അതാണ് പുരോഗമന ആശയം. അച്ഛനില്ലാത്ത സമയത്ത് അമ്മയ്ക്കുണ്ടായവരെ എന്നാണ് വിളിച്ചത്. ഞാനതിന് മറുപടി പറയുന്നില്ല. എന്നിട്ട് പുരോഗമന ആശയം, ബുദ്ധിജീവികൾ, ഇവരുടെയൊക്കെ നിലവാരമാണ് അതിലൂടെ പ്രകടിപ്പിച്ചത്. നിലവാരം ഏത് അല്ലല്ല, എനിക്കറിയാത്ത നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാത്ത വിഷയം നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ. അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണത്, വേറൊന്നുമില്ല. ആ വിഷയമൊന്നും ഇവിടെ പുതിയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനമാണ്. ഞങ്ങൾ ആ വിഷയം പറഞ്ഞു. വേറെ എന്തെങ്കിലും ചോദ്യം കൈരളിക്കാരൻ തന്നെ ആദ്യം മുതൽ അവസാനം വരെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. വേറെ പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ബി ഡി സി വാർത്താ സമ്മേളനം നടക്കുകയാണ്. ചിന്താ ജെറോമിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മുദ്രാവാക്യം വിളിയിലെ അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ കേരളമാകെ വിലയിരുത്തി വിമർശിക്കണമെന്ന് വി ഡി സതീശൻ പറയുന്നു. ജനങ്ങളുടെ മുമ്പിൽ മന്ത്രി വീണ ജോർജ് പരിഹാസ കഥാപാത്രമായി എന്നും നുണ പറഞ്ഞാണ് കേരളത്തിൽ മുഴുവൻ CPIM അക്രമം നടത്തുന്നത് എന്നും വി ഡി സതീശൻ വിമർശിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്.